അപ്പോഴത്തേന് അടുത്ത ആൾ കയറി മുണ്ടടക്കം പിടിച്ചില്ലേ പോയനെ. രണ്ടുപേര് നമ്മൾ ചെല്ല് ഓടി വന്ന് പിടിക്കൂലേ, രണ്ടുപേര് പിടിച്ചപ്പോഴും തന്നെ അയാൾ കുതിരി ചാടി അവിടെ കയ്യിൽ പോയെന്നുള്ളതാ. അപ്പോഴത്തേന് അടുത്ത ആൾ പിടിച്ചു. പിടിച്ചിങ്ങനെ നമ്മളെ നമുക്ക് വെക്കൂല. ഇയാൾ കുതിറി ഇത് പറയുമെന്ന് പറഞ്ഞാൽ അയാളുടെ ഇപ്പൊ ആരോഗ്യം എന്ന് പറഞ്ഞാൽ കണ്ട ആരോഗ്യം എന്നുള്ളതുണ്ടെങ്കിലും പ്രായമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ തന്നെ അയാളെ കുതിറക്കത്തിൽ നമ്മൾ പിടിച്ചമർത്തുമ്പോ സിമെന്റിനകത്ത് ഉറഞ്ഞേ ഈ ഭാഗത്തിരുന്നായിരുന്നു വന്ന് വിളിച്ചിരുന്നു. അപ്പൊ ലൈറ്റ് പെട്ടെന്ന് ഇങ്ങനെ അടിച്ചപ്പോൾ ഇവന്റെ കണ്ണിനകത്ത് ഡിം അടിച്ചപ്പോഴത്തേക്ക് ഇവന് പെട്ടെന്നൊരു ഇതായി. പെട്ടെന്ന് ഇവൻ ജമ്പ് ചെയ്ത് ഈ ഇല്ലിൻ്റെ മേളിൽ കൂടി താഴെ ചാടിയപ്പോഴത്തേക്ക് ഈ രണ്ട് സൈഡിൽ നിന്ന് സുയിത്തും സൈത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലെ കമ്മിറ്റി മെമ്പർമാർ അവർ പെട്ടെന്ന് ഇവരെ കയറി പിടിക്കുമ്പോൾ നല്ല രീതിയിൽ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് ഞങ്ങൾ 3 പേരും കൂടെ വന്ന് പ്രസിഡന്റും എല്ലാം അവിടെ വന്ന് പെട്ടെന്ന് പിടിച്ച് കൈ കുറേ കെട്ടി. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസ് വന്ന് അതിനെ പുത്തൂർ സ്റ്റേഷനിലൂടെ കൊണ്ടുപോയതാണ്. അമ്പലക്കള്ളനെ കൊണ്ട് പൊറുതിമുട്ടിയ ക്ഷേത്രം ഭരണസമിതി ഒടുവിൽ ചെയ്തതെന്താണെന്ന് കാണുക. കോട്ടാത്തല ശ്രീ ഭൂതനാഥസ്വാമി ക്ഷേത്രത്തിലാണ് അമ്പലവഞ്ചി മോഷ്ടാവായ മോഹൻദാസ് എന്ന രമണനാണ് മോഷണത്തിനിടയിൽ ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയ കെണിയിൽ വീണത്. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 15ഓളം തവണയാണ് ക്ഷേത്രവഞ്ചി കുത്തിത്തുറന്ന് പണം അപഹരിച്ചത്. മോഷ്ടാവിന്റെ ശല്യത്താൽ പൊറുതിമുട്ടിയ ക്ഷേത്ര ഭാരവാഹികൾ കള്ളന്റെ ചിത്രങ്ങൾ സഹിതം പുത്തൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും പിടികൂടാനായില്ല. ക്ഷേത്രം പ്രസിഡന്റ് അനിൽകുമാറും മറ്റു ഭാരവാഹികളും ചേർന്ന് ഫേസ് ഡിറ്റക്ഷൻ ക്യാമറ സ്ഥാപിച്ചു. ഇതൊന്നും അറിയാതെ കഴിഞ്ഞ ദിവസം രാത്രി 2 മണിയോടുകൂടി പനവേലി സ്വദേശിയായ രമണൻ ക്ഷേത്രത്തിലെത്തി. CCTV ക്യാമറയിൽ തന്റെ മുഖം പതിയാതിരിക്കാൻ കുട ഉപയോഗിച്ച് മറച്ചിരുന്നു. എന്നാൽ പുതുതായി വെച്ച ക്യാമറകൾ രമണന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഈ സമയം തന്നെ ക്ഷേത്ര ഭാരവാഹികളുടെ മൊബൈൽ ഫോണുകളിലേക്ക് മോഷ്ടാവിന്റെ ചിത്രങ്ങളും അലാറവും എത്തിയിരുന്നു. 2 ഞായറാഴ്ച മുമ്പ് കേസ് ഇവിടെ 2 ഞായറാഴ്ച മുമ്പ് ഇവിടെ ഈ 2 ഞായറാഴ്ച ശനിയാഴ്ച രാത്രി അതും കൊടയം പിടിച്ചോണ്ട് തന്നെ ഈ 2 അറിയത്തില്ല അവിടെ എവിടാ ഇതുപോലെ കൊടയം പിടിച്ചോണ്ടാണല്ലോ അതിനൊന്നും ക്യാമറ ചെയ്യാത്തുള്ളത്. ഇല്ല ഞാനത് ചുമ്മാ അത്ര നേരം കൂടെ ആരോ ഉണ്ട് ഇവിടെ ഒരാളെ കയറുന്നുള്ളൂ. അല്ലെങ്കിൽ പനവേലി ഒരിക്കലും രാത്രി ഇവിടെ വന്നിട്ട് ഈ സമയത്ത് ഇവിടെ നിന്ന് അങ്ങനെ പനവേലി വരെ പോകും, തിരിച്ചു പോകും. എങ്ങനെ തിരിച്ചു പോകും? എവിടെ ഇരിക്കത്തുള്ളൂ? അപ്പൊ കഴിഞ്ഞ എത്ര നാളിനും പാടെ അവിടെ പോലീസ് മൊത്തം നോക്കി 1.5 മാസം മുമ്പ് 1-2 മാസം അന്ന് നീ കണ്ടില്ലോ? ഞങ്ങളെ കണ്ടില്ലയോ? നോക്കുന്നു ജസ്റ്റ് അന്ന് ഞങ്ങളുടെ മിസ്സായി പോയത് കേട്ടോ. ഞാൻ പറയുന്ന കള്ളം മൊത്തം ഞങ്ങള് ഈ റബ്ബർ തോട്ടം മൊത്തം ഞങ്ങൾ കിടന്നു ഇവിടെ മൊത്തം 2-3 റൗണ്ട് ഞങ്ങള് ലൈറ്റ് അടിച്ച് നോക്കി. ഈ നാട് മൊത്തം വണ്ടി കൊണ്ട് മൊത്തം നേരം സാറേ ഈ പറയാൻ മൊത്തം കള്ളം. ആരും വരുന്നുണ്ട്, കൂടുണ്ട് ആരും കൊണ്ടുവിടും. ചിലപ്പോ ഇനി വേറെ അമ്പലത്തിൽ പോയാൽ സംഭവത്തെക്കുറിച്ച് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് നമുക്ക് കേൾക്കാം. ഈ ക്ഷേത്രത്തിൽ നിരന്തരം മുകളിൽ കയറി വഞ്ചി പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടെത്താൻ ഇത് ഒഴിഞ്ഞ സ്ഥലമാണ്. നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ആളിനെ കണ്ടിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞങ്ങളൊരു 6 മാസത്തോളമായി ഞങ്ങളൊരു അലാറം എന്ന് വെച്ചാൽ ഒരു രാത്രി ആരെങ്കിലും ഒരു 11 മണി തൊട്ട് ആരെങ്കിലും മേളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് അലാറം അടിക്കും. ഫോണിന് അലാറം അടിക്കത്തക്ക രീതിയിലുള്ളൊരു സിസ്റ്റത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിരുന്നതാണ്. അങ്ങനെ കഴിഞ്ഞ ഒരു 2-2.5 മാസം മുമ്പേ ഇദ്ദേഹം കയറുകയും ഞങ്ങൾക്ക് അലാറം അടിക്കുകയും ഞങ്ങൾ പെട്ടെന്ന് വന്നപ്പോഴത്തേന് ഇയാൾ ജസ്റ്റ് മിസ്സായി പോയി. ഞാൻ പോലീസ് വിവരം അറിയിച്ചു. പോലീസ് ഞങ്ങളെല്ലാം കൂടി പരിസരം മൊത്തവും ഞങ്ങൾ ലൈറ്റ് അടിച്ച് തിരയുകയൊക്കെ ചെയ്ത് എന്നിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീണ്ടും ഈ അടുത്ത കാലത്തായിട്ട് 1 മാസത്തിൽ 2 തവണ വെച്ച് വന്ന് ഈ വഞ്ചി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീണ്ടും ഞങ്ങൾ ഈ ക്യാമറയെന്ന് പറയുന്നത് ചില എന്തെങ്കിലും നെറ്റ്വർക്ക് വിഷയം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്കത്തില്ല, ചിലപ്പോൾ അടിച്ചാൽ തന്നെ എല്ലാവരും ഉണരണമൊന്നുമില്ല. അപ്പം ഞങ്ങൾ വീണ്ടും 2 ക്യാമറയും കൂടെ താഴത്തെ കയറി വരുന്നിടത്ത് സെറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ സെറ്റ് ചെയ്ത് ഇപ്പം ഇന്നലെ രാത്രി ഒരു 2 മണിയായപ്പോൾ 2 മണി കഴിഞ്ഞോണ്ട് 2 മണിയായി. അപ്പോൾ അലാറം അടിക്കുകയും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങൾ അവിടുന്ന് ഞങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടന്ന് കൂടി വരികയും അപ്പം തന്നെ കള്ളൻ വഞ്ചി പൊട്ടിച്ചുകൊണ്ട് താഴെ ആ സ്റ്റെപ്പിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഗേറ്റിനകത്ത് നിൽക്കുകയായിരുന്നു. ഞങ്ങളെ കൊണ്ട് എടുത്ത് ചാടി അവിടെ മറിഞ്ഞ് വീഴുകയും ഞങ്ങൾ ചാടി പിടിക്കുകയും ചെയ്തു. അങ്ങനെ പിടിച്ച് കെട്ടിയിട്ട് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് വരികയും അദ്ദേഹത്തെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി. പിന്നെ ഞങ്ങളോട് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങൾ മൊഴിയൊക്കെ കൊടുത്തു. ഇപ്പം ഫോറൻസിക്
പോലീസിലെ മാസ്റ്റർ ഞങ്ങൾ ചെറിയ ഒരു 2 മിനിറ്റും കൂടെ താമസിച്ച ഇദ്ദേഹം ചാടി പോയേനെ. ഇദ്ദേഹം ഇവിടം വരെ വന്നു. ചാടി അങ്ങോട്ട് ഈ ഇവിടെ മൊത്തം കണ്ടില്ലേ, ഇതിന്റെ പരിസര പ്രദേശങ്ങളൊന്നും വീടോ ഇല്ല, വിജനമായ കാട് എന്ന സ്ഥലമാണ്. അപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. അന്ന് ഇതേപോലെ ജസ്റ്റ് ഞങ്ങൾ വന്നയാ. അപ്പൊ ഇത് ക്യാമറ സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇദ്ദേഹം തന്നെ ഇപ്പൊ ഇറങ്ങുന്നതൊക്കെ നമുക്ക് ഒരാൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അപ്പം തന്നെ ഇദ്ദേഹം ഞങ്ങൾ താഴെ ചെന്നപ്പോഴും തന്നെ ഇദ്ദേഹം തിരിച്ചിറങ്ങുന്നുണ്ടെന്ന് ഒരാൾ നോക്കിയിട്ട് ഫോണിൽ കൂടെ നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുക. അപ്പം തന്നെ ഞങ്ങൾ ഓടി വരികയാണ് ചെയ്തത്. ഓടി വന്ന് ഞങ്ങൾ ചെന്നത് അവിടെ അത് പിന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇല്ലേ? എല്ലാവരും അവിടെ നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും നോക്കിക്കൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ നോക്കുന്ന ഒരാളുണ്ടായിരുന്നു, അയാൾ സ്ഥലത്തില്ലായിരുന്നു. അയാൾ അവിടെ ഇരുന്നുകൊണ്ട് നോക്കിയിട്ട് പറഞ്ഞ് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ഓടി പതിയെ അവിടെ വന്നപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ ഞങ്ങൾ ലൈറ്റ് അടിച്ചുകൊണ്ട് ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഒന്ന് പതുങ്ങിയിട്ട് എടുത്തിഞ്ഞ് വെളിച്ചാടി ആ സ്റ്റെപ്പിൻ്റെ ഫ്രണ്ടിലുള്ള പ്ലാറ്റ്ഫോമിനകത്ത് ഇങ്ങനെ കമന്ന് ചാടി വീഴുമല്ലോ. വീഴും ഞങ്ങൾ ഉടനെ അദ്ദേഹത്തിൻ്റെ മേളിൽ തന്നെ ഇട്ട് പിടിക്കുകയും ചെയ്തത്. സ്ഥിരം ഒരു മോഷ്ടാവിനെ പിടിച്ച് സ്ഥിരം മോഷ്ടാവാ. സ്ഥിരം വരുന്നത് നമ്മളോട് ഏറ്റവും സ്ഥിരം വരുന്ന ഇയാളാണ് ഏറ്റവും. അയാൾ 3-4 പ്രാവശ്യം വന്നിട്ടുണ്ടെന്നത്. 3-4 പ്രാവശ്യം ഒന്നല്ല, ഒരു 10 പ്രാവശ്യത്തിൽ കൂടുതൽ ഈ ക്ഷേത്രത്തിൽ തന്നെ കയറി മോഷ്ടി വഞ്ചി മോഷ്ടിച്ചിട്ടുണ്ട്. ഈ സ്ഥിരം മോഷ്ടിക്കുമ്പോൾ പുള്ളിക്ക് പൈസ കിട്ടുന്നുണ്ടായിരിക്കും. പൈസ കിട്ടുന്നുണ്ട്. ഇപ്പം തന്നെ 583 രൂപ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ അവിടുത്തെ ഒരു വഞ്ചിന്ന് തന്നെ ഇപ്പൊ ഈ മഴക്കാലമായിട്ട് തന്നെ 15-20 ദിവസം തന്നെ മുമ്പേ അദ്ദേഹം പൊട്ടിച്ച വഞ്ചിയാണ്. നമ്മളിടയ്ക്ക് എടുക്കും, പെട്ടെന്ന് എടുക്കും. എന്നിട്ടും അത്രയും രൂപ ഉണ്ടായിരുന്നു. മഴക്കാലം അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടി പൈസ കൂടുതൽ കാണണം. ആദ്യകാലത്തൊക്കെ നല്ല പൈസ കിട്ടി. അതുകൊണ്ട് ആഴ്ചയിലേക്ക് എടുക്കുമായിരിക്കില്ലേ? നമ്മൾ ആഴ്ച ഇനി എടുക്കും. മാക്സിമം നമ്മൾക്ക് എടുക്കേണ്ടത് ഇനി എടുക്കും. ക്ഷേത്ര കമ്മിറ്റി യഥാർത്ഥത്തിൽ വഞ്ചി പൊട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു. വഞ്ചി പൊട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിങ്ങനെ ഇതേ ഒരു 20 ദിവസം 15 ദിവസം കഴിയുമ്പോൾ തന്നെ ഇപ്പൊ അടുത്ത സമയത്ത് നേരത്തെയൊക്കെ ഒരു 6 മാസമൊക്കെ കൂടിയിരിക്കുമ്പോഴായിരുന്നു അതിന് മുമ്പേ വരുന്നത്. ഇപ്പൊ 20 ദിവസമൊക്കെ കൂടിയിരിക്കുമ്പോൾ വരും. സ്ഥിരം വരും. പിന്നെ കുടയും കൊണ്ട് ക്യാമറയുടെ മുമ്പിൽ കൂടി ഇങ്ങനെ മറിച്ച് മുകളിലോട്ട് അങ്ങ് പോകും. ഈ പ്രാവശ്യം കുടയുണ്ടായിരുന്നു. കുടയുണ്ടായിരുന്നു ഒരു ചെറിയൊരു സൈസ് ടോർച്ച് ഉണ്ടല്ലേ, ചെറിയ ടോർച്ച്. വാച്ചൊക്കെ ഉണ്ട്. ആയുധങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? ആയുധമൊന്നും ഇല്ലായിരുന്നു. 12 മണി കഴിഞ്ഞ് കാണും. അതിനുശേഷം ഞങ്ങളിങ്ങനെ 3 പേര് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഞങ്ങൾ ആ ഭാഗത്ത് ഞങ്ങൾ 3 പേര് നിന്നു. ആ ഭാഗത്ത് നിന്നപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ വശത്തുള്ള കമ്മിറ്റി മെമ്പേഴ്സായ സുയിത്തും സൈത്തും വന്ന് ഈ സ്റ്റെപ്പിൻ്റെ 2 സൈഡിലും വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കള്ളൻ മേളിൽ പോയി. ഈ മെസ്സേജ് വന്ന സമയത്ത് തന്നെ കള്ളൻ മേളിൽ പോയി വഞ്ചിയിൽ നിന്നുള്ള പൈസ എടുത്തുകൊണ്ട് താഴോട്ട് ഇറങ്ങി വന്ന വരക്കമായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ പ്രസിഡൻറ്റ് അനിലണ്ണൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ലൈറ്റ് അടിച്ച് 2 വട്ടം ലൈറ്റ് ഇങ്ങനെ ഡിം അടിച്ച് എങ്ങോട്ടല്ലേ? നേരെ ഈ നമ്മുടെ ഈ കാണുന്ന ഈ ഗേറ്റിൻ്റെ ഇങ്ങോട്ട് അടിച്ചു. കള്ളൻ ആ ഭാഗത്ത് ഇരുന്നായിരുന്നു. അങ്ങോട്ട് പോയിക്കും. കള്ളനെ ഈ ഭാഗത്ത് ഇരുന്നായിരുന്നു, വന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ലൈറ്റ് പെട്ടെന്ന് ഇങ്ങനെ അടിച്ചപ്പോൾ ഇവൻ്റെ കണ്ണിനകത്ത് ഡിം അടിച്ചപ്പോഴത്തേക്ക് ഇവന് പെട്ടെന്നൊരു ഇതായി. പെട്ടെന്ന് ഇവൻ ജമ്പ് ചെയ്ത് ഈ ഇല്ലിൻ്റെ മേളിൽ കൂടി താഴെ ചാടിയപ്പോഴത്തേക്ക് ഈ 2 സൈഡിൽ നിന്ന് നിങ്ങളിവിടെ വിളിച്ച് നിന്നുണ്ട്. നമ്മളല്ല, ഇവിടെ സുയിത്തും സൈത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലെ കമ്മിറ്റി മെമ്പർമാർ അവർ പെട്ടെന്ന് ഇവരെ കയറി പിടിക്കുമ്പോൾ നല്ല രീതിയിൽ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് ഞങ്ങൾ 3 പേരും കൂടെ വന്ന് പ്രസിഡന്റും എല്ലാം അവിടെ വന്ന് പെട്ടെന്ന് പിടിച്ച് കൈ കുറേ കെട്ടി. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസ് വന്ന് അതിനെ പുത്തൂർ സ്റ്റേഷനിലൂടെ